ഇമാമുമായിട്ട് വിട്ടുപിരിഞ്ഞാൽ കൂലി കിട്ടുമെന്നാണ് ഇപ്പൊ കുഞ്ഞാപ്പ് പറയുന്നത്. കാരണത്തോടു കൂടെ വിട്ടുപിരിഞ്ഞാൽ കൂലിയൊക്കെ കിട്ടും. അകാരണമായിട്ട് വിട്ടുപിരിഞ്ഞാൽ കൂലി കിട്ടൂല. കാരണത്തോടു കൂടെ വിട്ടുപിരിഞ്ഞ ഒരു ഉദാഹരണം നോക്കിയാൽ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒരു തിരക്കിൽ ആശുപത്രിക്കൊക്കെ വലിയ ധൃതിയിൽ പോവാണ്. അപ്പൊ ഒരു ഇമാമിന്റെ പിന്നാലെ തുടർന്നു. അയാൾ അങ്ങോട്ട് അൽബക്കറ തുടങ്ങി. മനസ്സിലായോ? ഞാൻ രാജിച്ചു എന്ന് കരുതാ, വേഗം നിസ്കരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. അയാൾക്ക് ചിലപ്പോൾ കിട്ടിയോളൊന്നുമില്ല. അയാൾ ഈ അതി കറാത്തി അയാൾക്ക് കിട്ടുമെന്നുള്ള ആലോചിച്ചിട്ട് വേണം. നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അങ്ങനെ ചില കാരണങ്ങളൊക്കെ ഉണ്ട് മുഫാറകത്തിന്. നല്ല മര്യാദക്കുള്ള സുന്നത്തുകളൊക്കെ ഇമാമ് ചെയ്യാതെ പോവുക. അത്യാഹത്തിൽ ഇരിക്കണില്ല, ആദ്യത്തെ അത്യാഹത്തിൽ വേണമെങ്കിൽ മുഫാറകത്ത് ചെയ്യാം, ഇങ്ങോട്ട് നിങ്ങൾക്ക് ഓതാ. അല്ലെങ്കിൽ കുനൂത്ത് ഓതുന്നില്ല, അതൊക്കെ മക്സൂദായ സുന്നത്തുകളാണ്. അതൊക്കെ ചെയ്യാതെ ഇമാമ് പോകുമ്പോഴും നമുക്ക് എഴുതറുണ്ട്. പിരിയാണെങ്കിൽ എന്താക്കാം, അവിടെയൊക്കെ ജമാഅത്തിന്റെ കൂലി കിട്ടും. അകാരണമായിട്ട് പിരിയാണെങ്കിലോ കൂലി. പണ്ടൊരു മൗലിയേറ്റി പിരിഞ്ഞൊരു കഥ വേണേ പറഞ്ഞാൽ കരീമാജി, ചിലപ്പോൾ നിങ്ങൾ കണ്ട മൗലിയേറ്റി നീക്കാരം ഊതുന്ന കാലത്ത്. അതായത് സലാം വീട്ടിയ പിന്നെ ആരും നീച്ചിക്കാൻ പാടില്ല. ഉസ്താദിന്റെ നിയമത്തിനെതിരാണ്. കുട്ടി മസ്ബൂക്ക് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരു റക്കത്ത് കഴിഞ്ഞിട്ട് നീച്ചിക്കും വേണ്ടേ. അപ്പൊ അതിന് വെളു പറഞ്ഞുതരാം. അവർ രണ്ടരക്കത്ത് ഇയാളും മുഫാർക്കത്ത് ചെയ്തു. പിന്നെ ഒറ്റ നമസ്കാരം. അപ്പൊ ഇമാമിന്റെ ഒപ്പം തന്നെ വേഗം നിസ്കരിച്ചാണ്ട് എന്താക്കി സലാം ഇമാമിനൊപ്പം തന്നെ പണ്ടൊരു മൗലിയേറ്റ് അങ്ങനെ ചെയ്തു. അതിൽ അടുത്തുള്ള ആളുകൾക്കൊക്കെ പ്രശ്നം, എന്താ ഈ മൗലിയേറ്റ് കാട്ടിയെന്നായി. അപ്പൊ അതിലേറെ കട്ടക്കാലായി. പുസ്തകം കാണ്ടാച്ചിട്ടാണ് കുട്ടി ഇത് ചെയ്തിട്ടുണ്ടാവുക. ഏത് അങ്ങനെ പണ്ട് ഓതുന്ന കാര്യത്തിൽ മൗലിയേറ്റ് കാട്ടീന്. അത് കാരണമല്ല, അതൊന്നും കാരണമല്ല. ഉസ്താനെ കണ്ട് പൊട്ടിച്ചാക്കാൻ വേണ്ടി മസ്ബൂക്കായിട്ട് ചിലർക്ക് മസ്ബൂക്കായ ചായക്ക് കായിട്ടൂല. അങ്ങനെയൊക്കെ ഉണ്ട് ദർശനം. അങ്ങനെയൊക്കെ നിയമങ്ങള്. സുബൈക്കും അസറിനും മസ്ബൂക്കായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചായക്ക് കായിട്ടൂല. ഞങ്ങൾ ദർശനം അങ്ങനെയായിരുന്നു. സുബൈന്റെ ജമാഅത്തിലുണ്ടെങ്കിൽ ആ രാവിലെ ചായക്കുള്ള കായ്, സുബൈ ചായം കടി ഉണ്ടല്ലോ കമ്മറ്റിന്റെ പെരിയത്തെ ചായം കടിയല്ല, അത് പറഞ്ഞിട്ടുണ്ട്. സുബൈ സ്കേശപ്പോട്ട് ഒരു കാലിച്ചായം കടിയൊക്കെ ഉണ്ടാവും. അതിനുള്ള കായ് കിട്ടണമെങ്കിൽ സുബൈന്റെ ജമാഅത്തിന് മസ്ബൂക്കാതെ വേണമെന്നുള്ള നിയമം. അസറിന്റെ ചായ കിട്ടണമെങ്കിൽ അസറിലും ഇല്ലേ, അങ്ങനെയൊക്കെ ഞങ്ങൾ ദർശനം അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ചായക്കും വേണ്ടിയിട്ട് മസ്ബൂക്ക് ആയിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടി മസ്ബൂക്ക് എന്ത് ചെയ്യാം, മുഫാർക്ക് ചെയ്തോണ്ട് പോയാൽ അതൊക്കെ ചെയ്യും. അതിനൊന്നും ജമാഅത്തിന്റെ കൂലി കിട്ടും. മനസ്സിലായോ? ഞാൻ ചെയ്യണ്ട കേട്ടോ. ഞാൻ കാരണമുള്ളതും ഇല്ലാത്തതും രണ്ടും കാണിച്ചു തന്നെ. കാരണം ആ അൽബക്കർ ഓതിയ ഇമാമിന്റെ തന്നെയാണ് കാരണം. അയാൾ ഭയങ്കര നീട്ടുക. ഇയാൾക്കാണെങ്കിൽ അത്യാവശ്യം ആശുപത്രിക്ക് പോകാനുള്ള ആളാണ്. അപ്പൊ മുഫാർക്ക് ചെയ്യാം.